കരുനാഗപ്പള്ളിയിൽ ലഹരിക്കടത്ത് കേസിൽ CPM കൗൺസിലർ ഷാനവാസിനെതിരെ പോലീസിന്റെ നിർണായകമായ കണ്ടെത്തൽ. ലഹരിക്കടത്ത് കേസിൽ ഷാനവാസ് ഹാജരാക്കിയ വാടക കരാർ വ്യാജമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. താൻ വാഹനം കട്ടപ്പന സ്വദേശി ജയന് വാടകയ്ക്ക് നൽകിയതാണെന്ന ഷാനവാസിന്റെ വാദം തള്ളുകയാണ് പോലീസ്. അതേസമയം ലഹരിക്കടത്ത് വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മാത്യു കുഴൽനാടൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനും തിരുവനന്തപുരത്ത് നിന്ന് BV അരുണുമാണ് ചേരുന്നത്. ആദ്യം ശരണ്യയിലേക്കാണ്. ശരണ്യ, നേരത്തെ നമ്മൾ നൽകിയ വാർത്തയാണ് ഇവർ ആ കരാർ ഒപ്പിട്ട ദിവസം ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഈ ആലപ്പുഴയിൽ തന്നെ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതിപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, അക്കാര്യത്തിൽ കൂടുതൽ കൃത്യതയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ലഹരി കടത്ത് നടന്ന ദിവസം, ഈ കരാർ ഒപ്പിട്ടു എന്ന് പറയുന്ന 6-ാം തീയതി ജയൻ ആലപ്പുഴയിൽ എത്തിയിട്ടില്ല എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അത് ഒരു പടി കൂടെ കടന്ന് ജയൻ കർണാടകത്തിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിനെ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കിയ, CPM-നെയും ഏറെ പ്രതിരോധത്തിലാക്കിയ ലഹരിക്കടത്ത് കേസിൽ ആകെ ഉണ്ടായിരുന്ന ഒരു തുറുപ്പുചീട്ട് എന്ന് പറയുന്നത് ഈ വാടക കരാറായിരുന്നു. അതായത് ഷാനവാസ് ജയനുമായി ഒപ്പിട്ട് എന്ന് പറയുന്ന 6-ാം തീയതി ഒപ്പിട്ടു എന്ന് പറയുന്ന ഈ വാടക കരാർ. കാരണം വാഹനം പിടിക്കുന്നത് 8-നാണ്, 6-ന് വാടക കരാർ താൻ ഒപ്പിട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് സംശയത്തിന്റെ നിഴലിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കാരണം ഈ വാടക കരാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ തെറ്റുണ്ടായിരുന്നു. അപ്പം തന്നെ ഇതിന് സാക്ഷികളില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഈ വാടക കരാറുമായി ബന്ധപ്പെട്ട് അത് തയ്യാറാക്കിയ അഭിഭാഷകരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമാക്കുന്നത് 6-ന് ഈ കരാർ തയ്യാറാക്കി ഷാനവാസിന്റെ വീട്ടിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്, പക്ഷേ ഒപ്പിടുന്നത് താൻ കണ്ടിട്ടില്ല എന്നാണ് അഭിഭാഷക മൊഴി നൽകിയിട്ടുള്ളത്. DTP സെന്ററിൽ പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ 6-ാം തീയതി ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ രേഖകൾ, അതായത് ഇത് സംബന്ധിച്ച ആ മാറ്റർ തയ്യാറാക്കി DTP സെന്ററിൽ അത് സേവ് ചെയ്തിട്ടുണ്ട് 6-ന്. പക്ഷേ ഈ കരാർ അത് പ്രിന്റ് ചെയ്ത് കരാറിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. ഷാനവാസ് അങ്ങനെയാണെങ്കിൽ ഈ കരാർ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ആ വാഹനത്തിന്റെ ഉടമ ഷാനവാസ് തന്നെയായി മാറും. ഒപ്പം വ്യാജരേഖകളടക്കം ചമച്ചു എന്നുള്ള ഒരു പ്രശ്നം കൂടി അതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് ലഹരിക്കടത്ത് കേസിന് പുറമെ വ്യാജരേഖകൾ ചമച്ചടക്കമുള്ള വിഷയത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഷാനവാസിന്റെ ബാങ്ക് രേഖകൾ, IDBI ബാങ്കിലുള്ള ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻ ഉണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ചൊക്കെ ഇനി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് അവർ പഠിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ കൂടുതൽ ആളുകളേക്ക് ആദ്യഘട്ടത്തിൽ നിന്ന് മാറി കൂടുതൽ ആളുകളെ പ്രതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ജയനെയും, അതായത് ഈ വാടക കരാർ ഒപ്പിട്ട ഷാനവാസിനുള്ളിൽ വാഹനം വാങ്ങി കരാർ ഒപ്പിട്ട് വാങ്ങി എന്ന് പറയുന്ന ജയനെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴയിലെ ഈ കഴിഞ്ഞ ഈ ടർഫ്, ഷാനവാസിന്റെ പിറന്നാൾ ആഘോഷം നടന്ന ടർഫിന്റെ ഉടമയായ അൻസറിനെ കൂടി പോലീസ് പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഷാനവാസിന്റെ വാഹനത്തോടൊപ്പം തന്നെ അൻസറിന്റെ വാഹനവും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ അൻസറിനെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അൻസറിനെ കൂടി പോലീസ് ഈ കേസിലേക്ക് പ്രതി ചേർത്തിരിക്കുന്നു. അതായത് ഈ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ നൽകാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജയനുമായുള്ള കരാർ, അതായത് ഷാനവാസിന് പാർട്ടി സജി ചെറിയാൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ക്ലീൻ ചിറ്റ് നൽകിയ കരാറിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ കരാർ അത് ഒപ്പിട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നിൽക്കുന്നത്. എന്തായാലും ആലപ്പുഴയിലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. വരുന്ന 6-ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ 10,000 പേർ പങ്കെടുക്കുന്ന മാർച്ച് ഒക്കെ അവർ അത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ച് വരികയാണ് ആലപ്പുഴയിൽ. അതിനിടയിലാണ് ഈ നിർണായകമായ കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഷാനവാസ് പറയുന്നത് പോലെ, പോലീസിന് മൊഴി നൽകിയതുപോലെ 6-ന് ഈ കരാർ ഒപ്പിടാനായി ജയൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ജയൻ കർണാടകത്തിലായിരുന്നു എന്നുള്ളത് മാത്രമല്ല, കർണാടകത്തിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലായിരുന്നു ജയൻ എന്നുള്ള കണ്ടെത്തലിലേക്കൊക്കെ പോലീസ് എത്തുന്നുണ്ട്. കിരൺ, ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തിരുവനന്തപുരത്ത് നിയമസഭയിൽ നിന്ന് BV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ഇന്ന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എന്താണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? സമീപകാലത്ത് CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നത്. ആദ്യം തന്നെ മന്ത്രി MP രാജേഷാണ്, എക്സൈസ് മന്ത്രിയാണ് മറുപടി പറയുന്നത്. കരുനാഗപ്പള്ളിയിൽ 1 കോടിയിലേറെ രൂപയുടെ നിരോധിത പുകയില വസ്തുക്കൾ പിടിച്ച സംഭവത്തിൽ കുറ്റാരോപിതരായ വ്യക്തികളെ രക്ഷപ്പെടുത്താൻ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടൻ നോട്ടീസിലെ പ്രധാന പരാമർശം. ഇത് ആദ്യം തന്നെ മന്ത്രി പറഞ്ഞത് ഭരണസ്വാധീനം കൊണ്ട് ഏതെങ്കിലും കേസിലെ പ്രതിയെ ഉൾപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ കൈയോടെ തള്ളിക്കളയുന്നു. നോട്ടീസിലൂടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം കൈയോടെ തള്ളിക്കളയുന്നു. അടിയന്തര പ്രമേയത്തിന്റെ സ്വഭാവത്തിലുള്ളതല്ല എന്നൊരു നിലപാടാണ് ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രി സ്വീകരിച്ചത്. ഇപ്പോൾ അദ്ദേഹം സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പോരാട്ടം അല്ലെങ്കിൽ ലഹരി വിരുദ്ധ
നടപടികൾ സർക്കാർ കൈക്കൊണ്ട നടപടികൾ വിശദീകരിക്കുകയാണ്. ലഹരി വിരുദ്ധ പോരാട്ടം ജനങ്ങളെ അണിനിരത്തുകയാണ് സർക്കാർ ചെയ്തത്. 2022 6116 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ വർഷത്തേക്കാൾ 166% കൂടുതലാണിതെന്ന് മന്ത്രി പറയുന്നു. എക്സൈസ് ആണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അത്തരത്തിൽ രാഷ്ട്രീയമായി വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷം കൊണ്ടുവന്നത്. ആദ്യം തന്നെ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അദ്ദേഹം തുടർന്ന് സംസാരിക്കുകയാണ്. അതിനെ തുടർന്ന് നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ സംസാരിക്കും. CPM-നെ ആലപ്പുഴ ജില്ലയിലെ സമീപകാലത്തെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ അത് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രത്യേകിച്ചും സർക്കാരും CPM-ഉം ഒക്കെ ലഹരി വിരുദ്ധ പോരാട്ടം CPM-ന്റെ പോഷക സംഘടനകളും ലഹരി വിരുദ്ധ പോരാട്ടം എന്ന പേരിൽ വലിയ ക്യാമ്പയിനുകൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് CPM-ന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ ഇത്തരത്തിൽ ലഹരി മാഫിയുമായുള്ള ബന്ധം പരസ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വരുമ്പോൾ മറുപടി പറയാനാകാതെ CPM നേതൃത്വം കുഴങ്ങിയിരുന്നു. ആലപ്പുഴ വിഷയമാകട്ടെ ഈ കുറ്റാരോപിതരെ സംരക്ഷിക്കാൻ പാർട്ടിയിലെ ഉന്നത നേതാക്കൾ തന്നെ ജില്ലയിലെ നേതാക്കൾ തന്നെ രംഗത്തെത്തിയെന്നതും CPM-നെ പ്രതിരോധത്തിലാക്കി. ആലപ്പുഴയിലെ പൊതു രാഷ്ട്രീയ പശ്ചാത്തലം CPM-ന്റെ വിഭാഗീയ പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ വിഷയമാണിത്. അവിടെ അതാണ് ഇപ്പോൾ അതിന്റെ കൃത്യമായ രാഷ്ട്രീയ തിരിച്ചറിവ് കൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരമൊരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അത് അദ്ദേഹം പ്രതിപക്ഷത്തിൽ നിന്ന് നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് പിന്നീട് സംസാരിക്കുമ്പോഴും ഒക്കെ ഈ കാര്യത്തിലെ കോൺഗ്രസ് നിലപാട് പ്രതിപക്ഷ നിലപാട് വ്യക്തമാക്കും. ഏതായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രി ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്നു. രാഷ്ട്രീയ സ്വാധീനം ഇത്തരത്തിൽ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്താനും പ്രതി പട്ടികയിൽ ഒഴിവാക്കാനും സർക്കാർ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഇതിലെ രാഷ്ട്രീയ ആരോപണങ്ങളെ ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നത്. ഇപ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ ലഹരി വിമുക്ത കേരളത്തിലെ അല്ലെങ്കിൽ ലഹരി വ്യാപനം കുറയ്ക്കാൻ സർക്കാർ സ്വീകരിച്ച എക്സൈസ് വകുപ്പ് സ്വീകരിച്ച നടപടികൾ ഒന്നൊന്നായി വിശദീകരിക്കുകയാണ് എക്സൈസ് മന്ത്രി MB രാജേഷ് സഭയിൽ. ശരി, തിരുവനന്തപുരം നിയമസഭയിൽ നിന്ന് VB അരുണും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനുമാണ് വിവരങ്ങൾ നൽകിയത്. സഭയിൽ ശരണ്യയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി. ശരണ്യ, ഈ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയം ഇപ്പോൾ കേരള നിയമസഭയിലടക്കം എത്തിയിരിക്കുകയാണ്. കേരളത്തിലാകെ സംസ്ഥാനത്താകെ CPM-നെതിരെ ഉപയോഗിക്കുന്ന ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പാർട്ടി അണികൾക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കൾക്ക് പല ഘട്ടങ്ങളിലും അവർക്കെതിരെ കേസുകൾ വരുന്നു, ആരോപണങ്ങൾ വരുന്നു. ഇത്തരം വിഷയങ്ങളെല്ലാം കൊണ്ടുവന്ന് സംസ്ഥാന തലത്തിൽ തന്നെ നിയമസഭയിൽ തന്നെ ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഇതിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇനി ഏതെങ്കിലും കൂടുതൽ അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത് കമ്മിറ്റി കൂടുന്നു എന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഏതെങ്കിലും പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത ദിവസം 4-5 തീയതികളായി നടക്കുന്ന ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റുമാണ്. അതിൽ ആലപ്പുഴയിലെ 3 കമ്മീഷനുകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒന്ന് വിഭാഗീയമായി ബന്ധപ്പെട്ട CPM സമ്മേളന കാലയളവിൽ ഉണ്ടായതും മറ്റൊന്ന് ഹരിപ്പാട്ട് ഒരു ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസും ഒപ്പം ഈ ഷാനവാസ് കേസും. ഈ ഷാനവാസ് കേസ് ഇത്ര വലിയ രൂക്ഷതയിലേക്ക് വന്ന പശ്ചാത്തലത്തിലാണ് മറ്റ് റിപ്പോർട്ടുകൾ അടക്കം സമർപ്പിക്കാമെന്നുള്ള നിർദ്ദേശത്തിലേക്ക് അടിയന്തരമായി സമർപ്പിക്കാമെന്നുള്ള നിർദ്ദേശത്തിലേക്ക് എത്തുന്നത്. ഇതിനകത്ത് ആലപ്പുഴ ജില്ലയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കടുത്ത പ്രതിസന്ധി തന്നെയാണ്. അതായത് ഈ വിഷയത്തിനകത്ത് സർക്കാരും ഒപ്പം തന്നെ മറ്റ് എല്ലാ യുവജന സംഘടനകളും പാർട്ടിയും ഒക്കെ ഒരു ലഹരിക്കടത്തിനെതിരെ അതിരൂക്ഷമായ അല്ലെങ്കിൽ അതിനെതിരായ ഒരു വലിയ പ്രചാരണം സംഘടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ആലപ്പുഴയിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ഷാനവാസിന് ആരോപണ വിധേയനായ ഷാനവാസ് മാത്രമല്ല മറിച്ച് 5 പാർട്ടി പ്രവർത്തകരെ ആലപ്പുഴ CPM-ൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ കേസ് എത്തി. അതായത് ലഹരിക്കടത്തിൽ അറസ്റ്റിലായ ആളുകൾ ഉൾപ്പെടെയുള്ളവർ CPM-ന്റെ പ്രവർത്തകരായിരുന്നു. അത് മാത്രമല്ല ഓഗസ്റ്റ് 24-ന് പോലീസ് അറസ്റ്റ് ചെയ്ത കേസിലും ഉണ്ടായിരുന്നത് CPM പ്രവർത്തകരാണ്. CPM പ്രവർത്തകർ തന്നെയാണ്. അവർക്ക് ജാമ്യം നിന്ന് അടക്കമുള്ള വാർത്തകൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. അത്തരത്തിൽ ഈ വിഷയത്തിനകത്ത് CPM-ന് കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം അത് ആലപ്പുഴയിലെ ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്കിടയിലും പ്രവർത്തകർക്കിടയിലും അത്തരം ഒരു നീക്കുപോക്ക് അതിനകത്തുണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ആണ് ഇപ്പോൾ ശരിയെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ജില്ലയിൽ രൂപപ്പെട്ട ഒരു ചേരിതിരിവാണ്. അതായത് നമുക്കറിയാം അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് പിറ്റേ ദിവസം അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് രാത്രി പറയുന്നു അന്വേഷണ കമ്മീഷൻ രൂപിച്ചു. അതിന്റെ ഭാഗമായി സംഘടനാപരമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പറഞ്ഞതിന്റെ പിറ്റേന്നാണ് സജി ചെറിയാൻ അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന CPM-ന്റെ ഒരു മന്ത്രിയുമായ സജി ചെറിയാൻ ഷാനവാസ് ലഹരിക്കടത്തു കേസുമായി ബന്ധപ്പെട്ട് ഷാനവാസിനെതിരെയുള്ള നടപടി അത് ആ വാടക കരാറിലുണ്ടായ
പാളിച്ച, അത് ഒപ്പിടുന്ന വാടക കരാറിൽ വാടക കൊടുത്തതിലുണ്ടായ പാളിച്ച മാത്രമാണെന്ന് അതിനെ ലഘൂകരിച്ചുകൊണ്ട് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. പക്ഷേ അത് വലിയ വിവാദങ്ങളിലേക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിലും ഒപ്പം തന്നെ താഴെത്തട്ടിലേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെത്തട്ടിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ഇത് വലിയ അവമതിപ്പ് ഉണ്ടാക്കി. കാരണം പാർട്ടി അന്വേഷണ കമ്മീഷനെയും പോലീസ് അന്വേഷണത്തെയും നോക്കുകുത്തിയാക്കി ഒരു മന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ അത് എത്രമാത്രം ആ കേസ് ഇനി അന്വേഷിക്കപ്പെടും. മാത്രമല്ല നമുക്കറിയാം, ജില്ലയിൽ സജി ചെറിയാൻ വിഭാഗത്തിന്റെ കടുത്ത ആധിപത്യമുള്ള ജില്ലയിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് എത്രമാത്രം അതിൽ സത്യസന്ധമായിരിക്കുമെന്ന് അടക്കമുള്ള വലിയ ചോദ്യം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അടുത്ത ദിവസം കമ്മീഷൻ അടക്കം റിപ്പോർട്ട് സമർപ്പിക്കാനായി ആലപ്പുഴയിൽ പോകുന്നത്. കിരൺ.